ഹായ്, എല്ലാവർക്കും A to Z-ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതീവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ നേവിയിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അഗ്നിവീർ SSR പോസ്റ്റുകളിലേക്ക് നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിരുന്ന അഗ്നിവീർ MR പോസ്റ്റിലേക്ക് മെട്രിക്കുലേഷൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അത് 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയായിരുന്നു. മിനിമം 10ാം ക്ലാസ് ആണ് അതിൻ്റെ യോഗ്യത. ഇപ്പോൾ വന്നിരിക്കുന്നത് SSR പോസ്റ്റുകളിലേക്കാണ്. അതിലേക്ക് മിനിമം +2 യോഗ്യത മുതൽ +2 ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 300ഓളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. താല്പര്യമുള്ള യുവതീവാക്കൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതീവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇന്ത്യൻ നേവിയാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത്. ഇതിലേക്ക് അഗ്നിവീർ SSR എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിലേക്ക് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അഗ്നിവീർ SSR 2024 ബാച്ചിലേക്കാണ് 2/2024 ബാച്ചിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10+2 മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ഫ്രം ബോർഡ് ഓഫ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ recognized മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിത്ത് മിനിമം 55% മാർക്ക് ഇൻ അഗ്രിഗേറ്റ്. 50% മാർക്കോട് കൂടി നിങ്ങൾക്ക് ഒരു +2 ഫിസിക്സോ മാത്തമാറ്റിക്സോ പഠിച്ച +2 ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് അതല്ലെങ്കിൽ പാസ് 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ഓർ നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഫ്രം എഡ്യൂക്കേഷൻ ബോർഡ്. ഇപ്പോൾ VHSC ഇപ്പോൾ പാസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 1 നവംബർ 2003 30 ഏപ്രിൽ 2007 ഇടയിൽ ജനിച്ച യുവാക്കൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് നമുക്ക് മുമ്പ് നമ്മൾ അഗ്നിവീറിൻ്റെ പാക്കേജൊക്കെ പറഞ്ഞിരുന്നു. 30,000 രൂപ സ്റ്റാർട്ടിങ് ലഭിക്കും. 4 വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. നിങ്ങൾ അത് റിട്ടയർ ആയി പോരുമ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ റിട്ടയർ ആയി പോരുമ്പോൾ നിങ്ങൾക്ക് 11 ലക്ഷത്തി സംതിങ് നിങ്ങൾക്കൊരു എമൗണ്ടൊക്കെ കോർപ്പറേറ്റ് ആയിട്ട് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള എമൗണ്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. 27/5/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ. അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.